എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തീ പോലും കത്തിക്കാണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മാങ്ങയെല്ലാം ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് പൊടിയായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പ് ചേരുന്ന വിധത്തിൽ നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു 2-3 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു തലേ ദിവസം ഇതുപോലെ ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും നന്നായിരിക്കും. ഇപ്പോൾ ഞാനൊരു 2-3 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് ആ ഒരു മാങ്ങയിൽ നിന്നുള്ള ആ ഒരു നീരും ഉപ്പിൻ്റെ ആ ഒരു നീരും എല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളം ആണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു ഉപ്പിൻ്റെ മാങ്ങയുടെ ആ ഒരു നീരും കൂടെ ചേർന്നിട്ടുള്ള വെള്ളമാണ് ഇതിനകത്ത് നിന്ന് ഇറങ്ങി വന്നത്. ഇതിലേക്ക് ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിതിലേക്കൊരു കാശ്മീരി ചില്ലി ഒരു 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ആ പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ആ മുളകിൻ്റെ കുത്തെല്ലാം മാറി കിട്ടാനും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങ അച്ചാറുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ താളിച്ച് ചേർക്കുകയോ വിനീഗറോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാങ്ങ അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിനെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇതുപോലെ ഒരു സദ്യ സ്റ്റൈൽ മാങ്ങാച്ചാറ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.